വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഭയങ്കര ആശങ്കയാണ്. കാരണം ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും, അതല്ലെങ്കിൽ കല്യാണം എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നൂറ് ആശങ്കകളാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വീട്ടുകാർക്ക്. അപ്പോൾ സാധാരണയായിട്ട് എന്താ പറയുക, പെൺകുട്ടികളോടുള്ള ആ ഒരു മനോഭാവത്തിൽ തന്നെ സമൂഹത്തിന് മാറ്റം വന്നു തുടങ്ങി. സത്യത്തിൽ നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ഐശ്വര്യം വിളയാടുന്നത് എന്നാണ് ഭാരതത്തിന്റെ സംസ്കാരം. അപ്പോൾ ആ ചിന്തയിൽ നിന്ന് ഇന്ന് പെൺകുട്ടികളോടുള്ള മനോഭാവത്തിലേക്ക് എത്രത്തോളം വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളത്. സ്ത്രീധനത്തിന്റെ പേരിലാണെങ്കിലും മറ്റെന്തിന്റെ പേരിലാണെങ്കിലും സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തയാണ് മകൾക്കൊരു മരം എന്നുള്ള പദ്ധതി കൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. അതായത് മകൾ തന്നെയാണ് ധനം, സ്ത്രീ തന്നെയാണ് ധനം എന്ന് സമൂഹത്തെ പഠിപ്പിക്കണം. അതിനെന്ത് വേണം? അവളോടൊപ്പം വളർന്നു വരുന്ന ഒരു ധനത്തെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ധനമാണ് യഥാർത്ഥത്തിലെ ചന്ദന മരം. അപ്പൊ നമുക്ക് ഒട്ടേറെ ആശങ്കകൾ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ മുൻകാലങ്ങളിലൊക്കെ ചന്ദനമരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്കത് വെട്ടാൻ വേണ്ടി സാധിക്കുമോ, അത് ഗവൺമെന്റ് കൊണ്ടുപോയില്ലേ എന്നുള്ള ആശങ്കകൾ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഒട്ടേറെ നിയമങ്ങളിലെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നടുന്നൊരു ചന്ദനമരാണെങ്കിൽ അത് വളർച്ച എത്തുന്ന സമയത്ത് നമ്മൾ ഫോറസ്റ്റിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് നമ്പർ ഇട്ടിട്ട് അത് ഓപ്ഷൻ ചെയ്യാനുള്ള സംവിധാനവും, അത് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൈസ നമുക്ക് തരാനുള്ള, നമ്മുടെ അക്കൗണ്ടിലേക്ക് തരാനുള്ള സംവിധാനവും ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളതിനെ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു മാർക്കറ്റ് കണ്ടെത്തുക, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നതാണ്. അപ്പോൾ ഒരു ചന്ദനമരം നമ്മളിപ്പോൾ നടുകയാണെങ്കിൽ അത് വളർന്നൊരു 15-20 വർഷത്തെ പൂർണ്ണ വളർച്ച എത്തുന്ന സമയത്ത് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഏകദേശം നമുക്കൊരു 20-25 ലക്ഷം രൂപ കിട്ടാവുന്ന ഒരു മരമാണ് യഥാർത്ഥത്തിൽ ചന്ദനം. ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പലർക്കും അറിയില്ല. എന്നാൽ ആദ്യത്തെ 1, 2, 3 കൊല്ലമേ യഥാർത്ഥത്തിൽ നമ്മൾ അതിനൊരു പരിപാലനം ആവശ്യപ്പെടും. അപ്പൊ നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരിൽ നമ്മളൊരു ചന്ദനമരം നടന്നു മകളെ നോക്കുന്ന പോലെ തന്നെ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 വർഷത്തിന് അല്ലെങ്കിൽ ഒരു 20 വർഷത്തിന് സമയത്ത് മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അതല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനോ അതല്ലെങ്കിൽ അവരുടെ വിവാഹ ആവശ്യത്തിനോ അതല്ലെങ്കിൽ അവർക്ക് ഇത്ര ഇമോഷനൊക്കെ പഠിച്ചിറങ്ങുന്ന പോലെയുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ഒരു സമ്പത്തിനെ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരില്ല. അപ്പൊ 4-5 പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ വീട് ഒരു കോടീശ്വരൻ ആയിട്ടുള്ള, അതായത് ഒരു ആസ്തി കോടിക്ക് മുകളിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ എന്താ വെച്ചെങ്കിൽ പെൺകുട്ടികൾ തന്നെയാണ് ധനം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറാൻ തുടങ്ങും. അപ്പൊ അത്തരം ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ചന്ദന തൈകൾ, 1 ലക്ഷത്തോളം ചന്ദന തൈകൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ കേരളം മുഴുവൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൗജന്യമായിട്ടാണ് ഈ ചന്ദന മരങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനൊരു മോണിറ്ററിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു, നിങ്ങൾ അതിന് പരിപാലിക്കുന്നതിന് വേണ്ട വളങ്ങൾ, അതുപോലെ തന്നെ ഇടയ്ക്ക് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പരിപാലിക്കുക. ഓരോ വർഷത്തിലും ഇതിന്റെ നിങ്ങൾ പരിപാലിക്കുന്നതിനും ഈ ചന്ദനമരത്തിന്റെ വളർച്ചയൊക്കെ കണ്ടെത്തിയിട്ട് അതിനെ ഏറ്റവും നന്നായി പരിപാലിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ മറ്റുള്ള രീതിയിലുള്ള സമ്മാനങ്ങളും സഹായങ്ങളും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ പദ്ധതി നിങ്ങളുടെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി ഇതുമായിട്ട് സഹകരിക്കണം. നമ്മൾ 1000-ഓളം തൈകളാണ് ഇമോസിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോസിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് അത് പരിപാലിച്ച് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അനുവദിക്കാൻ നമ്മൾ പൂർണ്ണമായിട്ടും തയ്യാറാണ്. കാരണം ഇമോസ് സായി സഞ്ജീവിനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന വളരെ നല്ലൊരു സ്ഥാപനമാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30,000-40,000-ഓളം വനിതകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഇമോസിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് അവർക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടാവുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.